സ്വർണ്ണക്കൊള്ളക്കേസിൽ VSSC റിപ്പോർട്ട് കോടതിയിലെത്തിയിരിക്കുന്നു. ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് കോടതിയിലെത്തിയത്. റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതി നേരിട്ട് പരിശോധിക്കും. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, വളരെ നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കിട്ടിയിരിക്കുന്ന സ്വർണം യഥാർത്ഥ സ്വർണമാണോ, ശബരിമലയിൽ നിന്ന് പോയ സ്വർണമാണോ എന്നറിയാനുള്ള പരിശോധനയാണ്. എപ്പോഴാകും ഇതിന്മേലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരിക ഹരി? പ്രതി 15 ഉരുപ്പടികളുടെ സാമ്പിളുകളാണ് ശബരിമലയിൽ നിന്ന് നേരത്തെ കളക്ട് ചെയ്തിരുന്നത് SIT. അത് VSSCയുടെ ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു. ആ പരിശോധനയാണ് ഏറെ ദിവസങ്ങൾക്ക് ശേഷം പൂർത്തിയായി. ആ പരിശോധനയുടെ ഫലം ഇന്ന് VSSC നേരിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും അടക്കം 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഉരുപ്പടികളുടെ എല്ലാം പരിശോധനാ ഫലമാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എത്രത്തോളം സ്വർണം ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട്, ഏതൊക്കെ ഉരുപ്പടികളാണ് കൊണ്ടുപോയ രൂപത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ഒപ്പം തന്നെ പകർപ്പുകളാണോ ശബരിമലയിൽ ഇപ്പോൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിരുന്നത്. ആ പരിശോധനയുടെ ഫലമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മുദ്രവെച്ച കവറിലാണ് VSSC നേരിട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടതി അത് നേരിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ SITക്ക് പോലും ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വ്യക്തത ഇതേവരെ കൈവന്നിട്ടില്ല. അത് നേരിട്ട് ലാബിൽ പരിശോധിച്ചുകൊണ്ട് ലാബും കോടതിയും തമ്മിൽ നേരിട്ടാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നേരിട്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 1 സെന്റിമീറ്റർ ആഴത്തിൽ ഉരുപ്പടികളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ആ സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, എത്ര സ്വർണം, അതായത് ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ അടക്കമുള്ള ഈ പ്രഭാമണ്ഡലം അടക്കമുള്ള പാളികളിൽ നിന്ന് മാത്രമാണോ സ്വർണം പോയിട്ടുള്ളത്, അതെയോ അന്ന് 98 സ്വർണം പൊതിഞ്ഞിട്ടുള്ള എല്ലാ ഉരുപ്പടികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ പരിശോധന കൊണ്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ കൊണ്ടുപോയിട്ടുള്ള പാളികൾ തിരിച്ചെത്തിക്കുമ്പോൾ അതിൽ സ്വർണ്ണമില്ല എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന്റെ പകർപ്പുകളാണോ ഈ തട്ടിപ്പുകാർ അല്ലെങ്കിൽ കൊള്ളയടിച്ചവർ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഈ ഫലം ഏറ്റവും നിർണായകമാണ് അന്വേഷണത്തെ സംബന്ധിച്ച്. അന്വേഷണ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആ പരിശോധന പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് സംബന്ധിച്ച ഹൈക്കോടതിയിലും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആദ്യം കൊല്ലം വിജിലൻസ് കോടതി, അതായത് വിചാരണ കോടതിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുക. ആ റിപ്പോർട്ട് മുദ്രവെച്ച കവറിലായതുകൊണ്ട് തന്നെ അത് ആദ്യം വിജിലൻസ് കോടതി പരിശോധിക്കും. തുടർന്നായിരിക്കും അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ശരി ഹരിമോഹൻ.